നിങ്ങളുടെ പ്രിയപ്പെട്ട മധുരപലഹാരമായ ലഡ്ഡു ഒരിക്കലും ഒരു മധുരപലഹാരമാക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ? അത് യഥാർത്ഥത്തിൽ ഔഷധമായി ഉണ്ടാക്കിയതാണോ? വളരെ കാലം മുമ്പ് പുരാതന വാരണാസി രാജ്യത്ത് സുശ്രുതൻ എന്നൊരു ജ്ഞാനിയായ വൈദ്യൻ ജീവിച്ചിരുന്നു. അദ്ദേഹം ഒരു രോഗശാന്തിക്കാരൻ മാത്രമല്ല, ആയുർവേദ വൈദ്യത്തിലും പ്രാവീണ്യമുള്ള ആളായിരുന്നു. ദൂരദേശങ്ങളിൽ നിന്ന് ആളുകൾ അവരുടെ രോഗങ്ങൾക്ക് ചികിത്സ തേടി അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു. എന്നാൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പല മരുന്നുകളും വളരെയധികം കയ്പുള്ളതായിരുന്നു. രോഗികൾക്ക് അവ കഴിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു വൈകുന്നേരം തൻ്റെ എളിയ വീട്ടിലിരുന്ന ഔഷധ സസ്യങ്ങളും പ്രകൃതിദത്ത ചേരുവകളും കലർത്തുമ്പോൾ ഒരു ചെറിയ കുട്ടി ഒരു സ്പൂൺ മരുന്ന് വിഴുങ്ങാൻ പാടുപെടുന്നത് അയാൾ കണ്ടു. കുട്ടി മുഖം ചുളിച്ച് മറ്റൊരു സിപ്പ് കുടിക്കാൻ വിസമ്മതിച്ചു. സുശ്രുത നെടുവീർപ്പിട്ടു. മരുന്ന് കഴിക്കുന്നത് എളുപ്പമാക്കുന്നതിനുള്ളൊരു മാർഗം അയാൾ കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. ആ രാത്രി അയാൾ തൻ്റെ അടുക്കളയിൽ പരീക്ഷണം നടത്തി. ഔഷധ സസ്യങ്ങൾ ശർക്കരയും പരിപ്പും ചേർത്ത് നെയ്യിൽ യോജിപ്പിച്ചു. മിശ്രിതം ചെറിയ വൃത്താകൃതിയിലുള്ള ഉരുളകളാക്കി ഉരുട്ടി അയാൾ ഒരെണ്ണം ആൺകുട്ടിയുടെ കയ്യിൽ കൊടുത്തു. ഇത് മധുരം പോലെ കഴിക്കൂ, അയാൾ പുഞ്ചിരിയോടെ പറഞ്ഞു. ആ കുട്ടി മടിച്ചു നിന്നു, പക്ഷേ ഒരു കടി കഴിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അത് രുചികരമായിരുന്നു. അവൻ ആകാംക്ഷയോടെ മറ്റൊന്ന് കഴിച്ചു. അവന്റെ അമ്മ അത്ഭുതത്തോടെ നോക്കി. മഹാനായ വൈദ്യൻ, ഇതിനെ നിങ്ങൾ എന്താണ് വിളിക്കുന്നത്? അവൾ ചോദിച്ചു. സുശ്രുതൻ ഒരു നിമിഷം ആലോചിച്ച് മറുപടി പറഞ്ഞു. ഇത് ഒരു ചെറിയ പന്ത് പോലെ വൃത്താകൃതിയിലുള്ളതിനാൽ നമുക്കിതിനെ ലഡ്ഡു എന്ന് വിളിക്കാം. സംസ്കൃതത്തിൽ ലട്ടിക എന്നാൽ ഒരു ചെറിയ ഉരുളകൾ എന്നാണ്. താമസിയാതെ ഈ മാന്ത്രികവും പോഷക സമൃദ്ധവുമായ മധുര പലഹാരങ്ങളെക്കുറിച്ച് വാർത്ത പരന്നു. സൈനികർ ശക്തിക്കായി ലഡ്ഡു കൊണ്ടുവന്നു. അമ്മമാർ കുട്ടികൾക്കായി അവ ഉണ്ടാക്കി. ക്ഷേത്ര പുരോഹിതന്മാർ അവ പ്രസാദമായി നൽകാൻ തുടങ്ങി. കാലക്രമേണ വിവിധ പ്രദേശങ്ങൾ അവരുടേതായ പതിപ്പുകൾ സൃഷ്ടിച്ചു. ബേസൻ ലഡ്ഡു, മോട്ടിച്ചൂർ ലഡ്ഡു, ബൂണ്ടി ലഡ്ഡു ഓരോന്നും പാരമ്പര്യത്തിന്റെ ഊഷ്മളതയും സ്നേഹത്തിന്റെ മാധുര്യവും വഹിച്ചുകൊണ്ട്. അങ്ങനെ വൈദ്യശാസ്ത്രം എന്ന പേരിൽ ആരംഭിച്ചത് ഇന്ത്യയിലെ ഏറ്റവും പ്രിയപ്പെട്ട മധുര പലഹാരങ്ങളിൽ ഒന്നായി മാറി. എല്ലാ ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും സന്തോഷ നിമിഷങ്ങളിലും ആസ്വദിച്ചു. തലമുറകളിലൂടെ കാലാതീതമായി ഒരു നിധി പോലെ കൈമാറ്റം ചെയ്യപ്പെട്ടു. പുരാതന ആയുർവേദം മുതൽ ആധുനിക ആഘോഷങ്ങൾ വരെ ലഡ്ഡുവിൻ്റെ കഥ ഇന്നും നിലനിൽക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട ഭക്ഷണങ്ങളുടെ ഉദ്ഭവത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ട ലഡ്ഡു ഏതാണെന്ന് ഞങ്ങളോട് പറയുക. നമ്മുടെ പൈതൃകത്തിൻ്റെ കൂടുതൽ പറയപ്പെടാത്ത കഥകൾക്കായി ഭാരത് കഥ ലൈക്ക് ചെയ്യാനും പങ്കിടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.